കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ഇത് യുദ്ധത്തിൻ്റെ കാലങ്ങളാണ്. എത്ര യുദ്ധങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇറാഖ് കുവൈറ്റ് യുദ്ധം, അമേരിക്ക അഫ്ഗാനിസ്ഥാനിലുള്ള യുദ്ധം, ഇസ്രായേലും ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള പല യുദ്ധം. ഏറ്റവും ഒടുവിൽ ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിൻ്റെ വാർത്തകളൊക്കെ നമുക്ക് സുപരിചിതമാണ്. അല്പമൊരു ആശ്വാസം വന്നിട്ടുണ്ടെങ്കിലും ഇനി എന്നാണ് അടുത്ത സംഭവങ്ങൾ ഉണ്ടാകാനായിട്ട് പോകുന്നതെന്നൊക്കെ ധാരാളം ആളുകൾ ചിന്തിച്ച് അത് ആകുലപ്പെട്ടിരിക്കുകയാണ്. പ്രവാചകനായ ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവസാനത്തോളം യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നാണ്. അതായത് അന്ത്യകാലത്തിൻ്റെ പ്രവചന പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് യുദ്ധമാണ്. യുദ്ധവും യുദ്ധശ്രുതികളും ഉണ്ടാകും. 2 ലോക മഹായുദ്ധങ്ങൾ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇനിയും 3 പ്രധാനപ്പെട്ട ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ദൈവവചന പ്രവചന നിവർത്തി. അപ്പം ഇത് സംഭവിക്കേണ്ടതാണ്, ഇത് നിർണയിക്കപ്പെട്ടതാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു ക്ലാസ്സാണ് ഇത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, ആ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അവിടെ നമുക്ക് 2 തരത്തിലുള്ള കൊയ്ത്ത് അല്ലെങ്കിൽ വിളവെടുപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഭാഗം നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. മേഘത്തിൽ ഇരിക്കുന്ന ഒരു പൊൻകിരീടം വെച്ച മനുഷ്യപുത്രനോട് സദൃശനായ ഒരാൾ ഭൂമിയിലെ വിത്ത് വിളഞ്ഞു കിടക്കുകയാണ്. അരിവാളും കൊണ്ട് ആ വിത്ത് വിളവെടുപ്പിന് പാകമായതുകൊണ്ട് അത് എടുക്കാനായിട്ട് പോവുകയാണ്. രണ്ടാമത്തേത് ഒരു കോങ്കത്തി കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു കത്തി കൊണ്ട് മുന്തിരിക്കുല അറുത്ത് ചക്കിലിട്ട് ചക്കിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. ആ ഒഴുകുന്നതിൻ്റെ കണക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. അത് സത്യത്തിലപ്പം ഈ ഒരു വേദഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ തന്നെ സത്യത്തിലാകെ കൺഫ്യൂസ്ഡ് ആണ്. ഈ ട്രംപ് ഇന്നലെ പറഞ്ഞല്ലേ ഇന്ന് പറയുന്നത്, ഇറാനെ ഭസ്മമാക്കുമെന്ന് പറഞ്ഞു, പിന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മൊത്തം അസ്ഥിരതകളുടെ ലോകമാണ്, അസ്ഥിരതകളുടെ ലോകം. അപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധങ്ങളെല്ലാം തന്നെ ഒരൊറ്റ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. അവിടുന്ന് സമാധാനമുള്ള, ശാന്തതയുള്ള അല്ലെങ്കിൽ ശാന്തിയുള്ള തൻ്റെ രാജ്യം സ്ഥാപിക്കും. ഭരണകർത്താവായി അവിടുന്ന് വാഴും. അതുവരെ ഇവിടെ ആര് ഭരിച്ചാലും, ആരെല്ലാം ഭരിച്ച് നന്നാക്കാൻ ശ്രമിച്ചാലും അവരെ കൊണ്ട് പറ്റില്ല. അമേരിക്ക തന്നെ വലിയ വീമ്പിളക്കി വീരവാദമൊക്കെ മുഴക്കിയിട്ടാണ് ഇറാനിലേക്ക് പോയത്. പക്ഷേ അമേരിക്കക്കാർ പോലും സത്യത്തിൽ ഇപ്പോൾ ട്രംപിനെ കുറ്റപ്പെടുത്തുന്നൊരവസ്ഥയാണ്. ഇതൊരു രാഷ്ട്രീയ ചർച്ചയല്ല, ഞാൻ അതിലേക്കൊന്നും പോകാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല, അതിനൊട്ട് താല്പര്യപ്പെടുന്നുമില്ല. സത്യസന്ധമായിട്ട് ദൈവവചനത്തിലേക്ക് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. അപ്പം ഈ 3 സംഭവിക്കുവാൻ പോകുന്ന 3 യുദ്ധങ്ങളും ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നത്. ഇന്ന് വാർത്തകളുടെ എല്ലാം ഹെഡ്ലൈനുകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഇസ്രായേലുമായിട്ടുള്ള വാർത്തകളാണ്. ഇത്രയും ചെറിയൊരു ലോകത്തിലെ ഈ ഒരു രാജ്യം എന്തുകൊണ്ടാണ് വാർത്തകളിൽ ഇത്രയും ഇടം പിടിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലേ? എത്രയോ നാളുകളായി ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം എന്തുകൊണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചു? അവരെ കീഴ്പ്പെടുത്തുവാൻ, അവരെ കീഴടക്കുവാൻ സർവ്വസന്നാഹങ്ങളും ശക്തിയും ഉപയോഗിച്ച് ലോകരാജ്യങ്ങൾ പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. അതിൻ്റെ കാരണം ദൈവത്തിന് അവരെക്കുറിച്ച് വ്യക്തമായ പദ്ധതികൾ ഉണ്ട്. നമുക്കതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. പ്രത്യേകിച്ച് എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 38-39 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ
ഗോഗ് മഗോഗ് അല്ലെങ്കിൽ ഗോഗിൻ്റെ നേതൃത്വത്തിൽ, റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ 38-39 അധ്യായങ്ങൾ മാത്രം വായിച്ചു നോക്കിയാൽ വേദപുസ്തകം എത്ര സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ ആ ഭാഗത്തിലേക്കൊക്കെ പിന്നീട് പോകാം. വളരെ വേഗം നമുക്ക് ഈ 3 യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. പ്രാരംഭമായിട്ട് നമ്മൾ വായിച്ച ആ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് പോകാം. വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ വായിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാം. 2 തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ കാണുകയാണ്. ഒന്ന്, വിളഞ്ഞ് പാകമായ ധാന്യത്തെ അതിനെ കൊയ്തെടുക്കുക. രണ്ടാമത്തേത് ചക്കിൻ്റെ അകത്ത് മുന്തിരി അറുത്തിട്ട് ആട്ടുക. അപ്പം നമ്മൾ ചിന്തിക്കും എന്താണ് ഇത് എന്നുള്ളത്. ഇതിൻ്റെ വ്യാഖ്യാനം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ധാരാളം വ്യാഖ്യാനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഞാൻ ദൈവവചനം പഠിച്ചപ്പോൾ ഇതിനോട് ചേർന്ന് പോകുന്ന ഒരൊറ്റ വാക്യമുണ്ട്. ആ ഒരു വാക്യം വെച്ചുമാണ് നമുക്ക് ഈ ഒരു വാക്യത്തെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത് പ്രവാചകനായ യോവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളാണ്. ആ വാക്യങ്ങളിൽ യഹോശാബാത്ത് താഴ്വരയിലേക്ക് ജാതികളെ കൂട്ടിക്കൊണ്ടുവരും. യഹോവയാം ദൈവം അരുളി ചെയ്യുകയാണ്, അന്ത്യകാലത്ത് ഞാൻ യഹോശാബാത്ത് താഴ്വരയിലേക്ക് ജാതികളെ കൂട്ടിക്കൊണ്ടുവരും. അവിടെ വെച്ച് സകല ജാതികളെയും ഞാൻ ന്യായം വിധിക്കും. ന്യായം വിധിക്കുമെന്ന് മാത്രമല്ല, 2 പദപ്രയോഗങ്ങളാണ് അവിടെ കാണുന്നത്. അരിവാളിടുക, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു ഒന്നാമത്തേത്. രണ്ടാമത്തേത് ചക്ക് നിറഞ്ഞിരിക്കുന്നു, വന്ന് ചവിട്ടുക. കണ്ടോ ഈ 2 കാര്യങ്ങളും. അപ്പോൾ ശരിക്കും വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഹർമഗദോൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഹർമഗദോൻ യുദ്ധത്തിൻ്റെ സമയത്താണ് യഹോശാബാത്ത് താഴ്വര, മെഗീദോ പർവ്വതനിരകൾ. ഞാൻ അതിനെക്കുറിച്ചൊക്കെ മുമ്പോട്ട് പോകാം. അപ്പം ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവിക ന്യായവിധികളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊന്ന് പഠിക്കേണ്ടതായിട്ട് വരും. ദൈവിക ന്യായവിധികൾ ഞാൻ പറഞ്ഞു, ഈ വീഡിയോയുടെ ടൈറ്റിലിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, 3 പ്രധാനപ്പെട്ട ലോക യുദ്ധങ്ങൾ, മഹായുദ്ധങ്ങൾ ഉണ്ടാകും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതിൽ ഒന്നാമത്തേത് റഷ്യയും റഷ്യയുടെ സഖ്യകക്ഷികളും ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സമയമാണ്. അത് മഹോപദ്രവത്തിൻ്റെ ആദ്യ പകുതിയിലാകാനാണ് സാധ്യത. കാരണം ഇസ്രായേൽ സ്വസ്ഥമായും സമാധാനമായും അവിടെ ഇരിക്കുമ്പോൾ മഴക്കോള് പോലെ കയറി വന്ന് ആക്രമിക്കുമെന്നാണ്. മഴക്കോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്താണ് ഈ മഴക്കോൾ എന്ന് പറയുന്നത്? അതായത് വ്യോമാക്രമണം തന്നെയാണ്. വ്യോമാക്രമണം ഇല്ലേ? അതുതന്നെയാണ്. അപ്പം ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ ആക്രമണം എന്ന് പറയുന്നത് വ്യോമാക്രമണമാണ്. ഇന്ന് കുവൈറ്റും അതുപോലെ തന്നെ UAE അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനിൽ നിന്ന് വരുന്ന വ്യോമാക്രമണത്തിൻ്റെ ഇരകളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു വ്യോമാക്രമണമായിരിക്കും പ്രധാനമായ ആ ഒരു ആക്രമണ ശൈലി. അതെപ്പോഴാണ്, ഏതാണ് അതിൻ്റെ സമയമെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പം ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു യുദ്ധം. ലോകം 2 ചേരികളായി തീരുക എന്ന് പറയുന്നത് ആ സമയത്ത് ഒരിക്കലും അമേരിക്കയും ഗ്രേറ്റ് ബ്രിട്ടനും കാനഡ, ന്യൂസിലാൻഡ് പോലെയുള്ള ആ രാജ്യങ്ങൾ ഒരിക്കലും റഷ്യ ആക്രമിക്കത്തില്ല, അല്ലെങ്കിൽ റഷ്യയോട് തങ്ങളുടെ അതൃപ്തി രേഖപ്പെടുത്തുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ആക്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് വരാം. അടുത്തത് ഹർമഗദോൻ യുദ്ധമാണ്. ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത് ഭൂമിയുടെ 4 കോണിലുമുള്ള ജാതികൾ എതിർക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന് നേരെ വരുന്നതും, അന്ന് മറ്റൊരു ഗതിയുമില്ലാതെ അവർ കുത്തിയവങ്കിലേക്ക് നോക്കി നിലവിളിക്കുകയും കർത്താവായ യേശു ക്രിസ്തു അവരെ രക്ഷിപ്പാനായിട്ട്, അവർ വിളിച്ചു കരയുന്ന യഹോവയാം ദൈവത്തെയാണ്, പക്ഷേ അവരെ രക്ഷിപ്പാനായിട്ട് യേശു കർത്താവ് വരികയും തൻ്റെ കയ്യിലെ ആ വിലാപ്പുറത്തെ മുറിവുകൾ കണ്ട്, അയ്യോ ഞങ്ങൾക്ക് തെറ്റുപറ്റി, യേശു മശിഹായാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ ക്രിസ്തുവിങ്കിലേക്ക് തിരികുകയും ചെയ്യുന്ന രണ്ടാമത്തെ യുദ്ധം. ഏറ്റവും ഒടുവിൽ മറ്റൊരു ഗോഗ് മഗോഗ് യുദ്ധമുണ്ട്. അത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം, സാത്താനെ തുറന്നു വിട്ടതിന് ശേഷം ഭൂമിയിലെ ജാതികളെ വശീകരിച്ച് ദൈവത്തിൻ്റെ പാളയത്തിനെതിരെ ഒരുമിച്ച് കൂടുന്ന ആ ഒരു യുദ്ധം. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഇനി ലോകത്തിലുണ്ടാകുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത് ദൈവിക ന്യായവിധിയുടെ ഭാഗമാണ്.
പ്രിയരെ, നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഇതിൽ ഇനിയും സംഭവിക്കുവാനായിട്ട് പോകുന്ന യുദ്ധം എന്താണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അമേരിക്ക അതുപോലെ തന്നെ ഇറാൻ വാർ എന്ന് പറയുന്നത്, ഇറാനെ ഉടനടി തോൽപ്പിച്ച് കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞാണ് അമേരിക്ക വന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് അതിന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ. അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അമേരിക്ക പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വിജയം ഇറാനിൽ ലഭിക്കത്തില്ല. കാരണം ഇറാനിൽ ലഭിച്ചാൽ വേദപുസ്തക പ്രവചനങ്ങൾ സംഭവിക്കാതെ പോകും. കാരണം പാർസികൾ എന്ന് പറയുന്നത് ഈ ഗോഗിൻ്റെ ഒരു കൂട്ടുകക്ഷിയാണ്. പാർസികൾ, അതായത് ഇറാനികൾ എന്ന് പറയുന്നത്. അപ്പം അത് അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയൊക്കെ സംഭവിച്ചാലേ പറ്റത്തുള്ളൂ. എത്ര വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്തെ നിവർത്തികൾ സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം. ഇനി സംഭവിക്കാൻ പോകുന്ന അടുത്ത ഒന്നാമത്തെ യുദ്ധമെന്ന് പറയുന്നത് റഷ്യയുടെ ആക്രമണമാണ്. ഇസ്രായേലിനെ ലക്ഷ്യമാക്കി റഷ്യ ആക്രമിക്കുന്നതാണ്. എന്താണ് സംഭവത്തിൻ്റെ പശ്ചാത്തലം എന്നുള്ളത്? നമ്മൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38, 39 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുക. 38, 39 അന്ത്യകാലവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനങ്ങളിൽ ഒന്നാണ്. ഈ ഒരു ലോകമഹായുദ്ധത്തിൻ്റെ നേതാവെന്ന് പറയുന്നത് ഗോഗാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ആരാണ് ഈ ഗോഗ് എന്ന് പറയുന്നത്? ഈ ഗോഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തി നാമമല്ല, അല്ലെങ്കിൽ ഇതൊരു വ്യക്തിയുടെ നാമമല്ല, ഔദ്യോഗിക നാമമാണ്. അതായത് ഈ കൈസർ എന്ന് പറയത്തില്ലേ, റോമൻ ഭരണാധികാരികളെ കൈസർ, മിസ്രൈമ്യ ഭരണാധികാരികളെ ബറവോൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഔദ്യോഗിക നാമമാണിതെന്ന് പറയുന്നത്. അപ്പം ഈ ഗോഗിനോടൊപ്പമുള്ള ചില കൂട്ടുകക്ഷികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ അതിന് ഓരോ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും റെഫർ ചെയ്യുകയും ഒക്കെ ചെയ്തപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ വ്യാഖ്യാനങ്ങൾ പലതും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും ഒരു അലയൻസ് ഉണ്ട്. അത് ഏത് അലയൻസ് ആണെന്നുള്ളത് പറയാം. ഇപ്പോഴും അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ പ്രവാചകനായ യെഹെസ്കേലിൻ്റെ പുസ്തകം 38, 39 അധ്യായങ്ങൾ വായിച്ച് പഠിക്കുക. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, ഈ റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ നേരെ ഉണ്ടാകും. പക്ഷേ അത് അബദ്ധവശാൽ സംഭവിക്കുന്നതാണ്. എങ്ങനെയാണ് അബദ്ധവശാൽ സംഭവിക്കുന്നത്? അതായത് ഞാൻ നിന്നെ വഴി തെറ്റിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. അതായത് റഷ്യ ഈ യുദ്ധത്തിൽ ബോധപൂർവം വരുന്നതല്ല, എന്തോ സംഭവിച്ച് എന്തോ കാരണത്താൽ വന്നു പെടുന്നതാണിത്. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അപ്പം അതിനുള്ള ഒരു സാഹചര്യങ്ങൾ ആ സമയത്ത് ഉണ്ടാകും. അപ്പം നമുക്ക് വേഗത്തിൽ മുൻപോട്ട് പോകുമ്പം നമ്മൾ 38, 39 യെഹെസ്കേൽ പഠിച്ചാൽ തന്നെ നമ്മൾ 10,000 തവണ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കും. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇന്നും ദൈവത്തിൻ്റെ വചനം സത്യമാണെന്നുള്ളത്. കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ എഴുതിയിട്ടുള്ളത്, ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യം, അവർ ആ സ്ഥലത്ത് വന്ന് പാർക്കും, നിർഭയം വസിക്കും, സ്വൈര്യമായിരിക്കും. അടുത്തത് സമ്പന്നർ, കന്നുകാലികളാലും ധനത്താലും സമ്പന്നമായിരുന്ന ഇസ്രായേൽ. ഇപ്പം ഈ അന്ത്യകാലത്താണ് ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, കൃഷിയെക്കുറിച്ച് പഠിക്കാനും ഈ മൃഗവളർത്തലിനെ കുറിച്ച് പഠിക്കാനും കേരളത്തിൽ നിന്ന് പോലും ആൾക്കാർ എങ്ങോട്ടാണ് പോകുന്നത്? ഇസ്രായേലിലേക്കാണ് പോകുന്നത് ഇല്ലേ? അപ്പം ഈ കൃഷിയാലും അതുപോലെ തന്നെ മൃഗസമ്പത്തിനാലും ധനത്താലും സമ്പന്നമായിരിക്കുന്ന ഒരു രാജ്യം, അങ്ങനെയാണ് ഇസ്രായേലിനെ വിളിച്ചിരിക്കുന്നത്. ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടു വന്നവർ എന്നൊക്കെയാണ് 38, 39 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പം ആ ഇസ്രായേലിൻ്റെ സമ്പത്ത് കണ്ടിട്ട് അതിനെ ആക്രമിക്കുവാൻ അല്ലെങ്കിൽ അതിനെ പിടിച്ചെടുക്കുവാൻ സ്വന്തമായ താല്പര്യത്തോടുകൂടെയല്ല. കാരണം 38-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും 39-ാം അധ്യായവും നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അവിടേക്ക് യുദ്ധത്തിന് വരേണ്ട സാഹചര്യങ്ങൾ രൂപപ്പെടും. റഷ്യ ഒറ്റയടിക്കെടുത്ത് ചാടി വരുന്നതല്ല ഇത്. സാഹചര്യങ്ങൾ രൂപപ്പെടും. ആ സാഹചര്യം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഇന്നത്തെ വർത്തമാനകാല സാഹചര്യങ്ങളിൽ എന്തോ ഒരു സാഹചര്യം അതിനനുകൂലമായി ഒരുക്കപ്പെട്ട് വരികയും റഷ്യ അതിലേക്ക് വരികയും ചെയ്യും. ഇവിടെ റഷ്യയുടെ സഖ്യകക്ഷികൾ ആരാണെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. അവിടെ കുറച്ച് പേരെഴുതിയിട്ടുണ്ട്. റോഷ്, മേശക്. റോഷ് എന്ന് പറയുന്നത് റഷ്യയുടെ റുസ്ലാൻഡ് എന്നാണ് റഷ്യയുടെ പഴയ പേര്.
അപ്പം അത് റഷ്യ തന്നെയാണ് എന്നുള്ളതിന് തർക്കമില്ല. രണ്ടാമത്തേത് മേശക്കാണ്. ഈ മേശക്ക് എന്ന് പറയുന്നത് നോഹയുടെ പുത്രനായ യാഫേത്തിൻ്റെ പുത്രന്മാരിൽ ഒരാളാണ് മേശക്ക്. ഉൽപ്പത്തി പുസ്തകം 10:2 വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ അത് മോസ്കോയാണ്. മോസ്കോ. അടുത്തത് തൂബൽ. ഈ തൂബലിനെ കുറിച്ച് പറയുന്നത് ടാബ്ലോസ്ക് എന്ന് പറയുന്ന സൈബീരിയ ആണ് എന്നുള്ള അഭിപ്രായമുണ്ട്. അടുത്തത് മാഗോഗ്. മാഗോഗ് എന്ന് പറയുന്നത് മംഗോളിയൻ വർഗ്ഗക്കാരാണെന്ന്. അത് ചൈനയും പിന്നെ നമ്മൾ എല്ലാവരും ഈ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ഈ നോർത്ത് കൊറിയയുടെ ആ മുഖശൈപ്പുള്ള ആളുകൾ എന്നുള്ളതാണ്. പിന്നീട് വരുന്നതാണ് പാർസികൾ. പാർസികൾ കൃത്യമായിട്ട് നമുക്കറിയാം പേർഷ്യൻ, ഇറാനികൾ, ഇറാൻ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇതെല്ലാം ഒരു കൂട്ടം. അത് അന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഇന്നും ഇതെല്ലാം ഒരൊറ്റ കൂട്ടമായിട്ട് നിൽക്കുകയാണ്. പിന്നീട് കൂശ്യർ, അത് എത്യോപ്യ ആണെന്നും അതുപോലെ തന്നെ ലിബിയ, ഈ അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ പേര് നമുക്ക് കാണാനായിട്ട് പറ്റും. ടർക്കി, ഈ രാജ്യങ്ങൾ. അപ്പം ഈ രാജ്യങ്ങൾക്ക് വിരോധമായിരിക്കും ദൈവമെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇന്നും ഈ രാജ്യങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഏതാ ഈ റഷ്യ, മംഗോളിയ, ഈ നോർത്ത് കൊറിയ, ഈ രാജ്യങ്ങളെല്ലാം നോക്കിയാൽ മറ്റുള്ള രാജ്യങ്ങളെ പോലെയുള്ള ഒരു ദൈവഭയമോ ദൈവത്തിങ്കിലുള്ള അത്തരത്തിലുള്ള ഒരു വിശ്വാസമോ ഒന്നുമല്ല അവരിലുള്ളത്. അത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പം ഈ റഷ്യയുടെ നേതൃത്വത്തിൽ വളരെ സൈനിക സന്നാഹത്തോടും ബലത്തോടും കൂടി ഇസ്രായേലിനെ ആക്രമിക്കുവാനായിട്ട് വരും. വടക്ക് നിന്ന് വരും എന്നാണ് വ്യക്തമായി എഴുതിയിരിക്കുന്നത്. വടക്ക്, അതായത് ഇന്നത്തെ ഇസ്രായേലിൻ്റെ വടക്ക് നിന്ന് അവർ വരും എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് വരുന്നത്? 38:16 അതുപോലെ തന്നെ 39:9 ഈ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, നീ മഴക്കോൾ പോലെ കയറി വരും. അടുത്തത് മേഘം പോലെ ദേശത്തെ മൂടും. ഇങ്ങനെയാണ് പറയുന്നത്. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, എയർ സ്ട്രൈക്ക് ആയിരിക്കും, അല്ലെങ്കിൽ വ്യോമാക്രമണമായിരിക്കും കൂടുതലായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ കടന്ന് ആ ഒരു വരുന്ന സമയത്തെക്കുറിച്ചാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അടുത്തത് ഈ യുദ്ധത്തിൻ്റെ സമയം എപ്പോഴായിരിക്കും, അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴായിരിക്കും? ഇപ്പോൾ കുറച്ച് ശാന്തമായിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ ഒരു യുദ്ധത്തിൻ്റെ സമയം എന്ന് പറയുന്നത് 38:8 ഏറിയ നാൾ കഴിയുമ്പോൾ നീ സന്ദർശിക്കപ്പെടും, ഇസ്രായേൽ ജനം ജാതികളുടെ ഇടയിൽ നിർഭയമായി വസിക്കും. അപ്പം ഇസ്രായേൽ സമാധാനമായി ഇരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ, ദൈവത്തിന് സ്തോത്രം പ്രിയരെ, ആ സമയത്താണ് ഈ സംഭവം നടക്കുവാനായിട്ട് പോകുന്നത്. അതായത് മഹോപദ്രവത്തിൻ്റെ ആദ്യ പകുതി. അന്നേരമാണ് ഈ ഇസ്രായേലിൽ സമാധാനമുള്ളത്. കാരണം മഹോപദ്രവത്തിൻ്റെ അടുത്ത 3.5 വർഷം എന്ന് പറയുന്നത് സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, യാഗങ്ങൾ നിർത്തൽ ചെയ്ത, എതിർ ക്രിസ്തു ഉടമ്പടി ലംഘിക്കുന്ന സമയങ്ങളാണ്. അത് വായിക്കുന്ന ആർക്കും നമുക്കത് മനസ്സിലാകുവാനായിട്ട് പറ്റും. അപ്പം ആ ഒരു സമയത്തെക്കുറിച്ച് പറയുന്നത് 39:2, എഹെസ്കേൽ 39:2 ഞാൻ നിന്നെ വഴിതെറ്റിച്ച് 6 ശേഷിപ്പിച്ച് ഇസ്രായേൽ പർവ്വതത്തിൽ ഞാൻ നിന്നെ വരുത്തും. അതാണ്. അപ്പം ഒരു സൈഡ് ഞാൻ പറഞ്ഞു. അപ്പം അടുത്ത ചോദ്യം, ഈ യുദ്ധത്തിൽ അടുത്ത ചേരി ആരായിരിക്കും? ഈ അടുത്ത ഒരു ചേരി യുദ്ധം ചെയ്യാനായിട്ട് വരുന്നത് നമ്മൾ കാണുന്നില്ല. അടുത്ത ചേരി, ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ചേരി എന്ന് പറയുന്നത് തർശീഷ് വർത്തകന്മാർ, ഗ്രേറ്റ് ബ്രിട്ടൻ അതുപോലെയുള്ള രാജ്യങ്ങളാണ്. അതിൻ്റെ ബാലസിംഹങ്ങൾ, അതായത് ഗ്രേറ്റ് ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അമേരിക്ക, ഈ രാജ്യങ്ങളാണ് ഓപ്പോസിറ്റ് ചേരി. നമ്മൾ പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ യുദ്ധം ചെയ്യുന്നതായി നമ്മൾ കാണുന്നില്ല. അതാണ്. അവർ തങ്ങളുടെ അമർഷം അറിയിക്കും റഷ്യയോട്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അമർഷം റഷ്യയോട് അറിയിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇസ്രായേലിന് നേരെ മിസൈലുകളും യുദ്ധായുധങ്ങളും എല്ലാം ഇസ്രായേലിന് നേരെ തിരിച്ചു വെച്ച് ആകാംക്ഷഭരിതരായി യുദ്ധം ചെയ്യുവാനായി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഭൂകമ്പമുണ്ടാകും. വലിയ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, സകല ഭൂവാസികളും ഭൂചര ജന്തുക്കളും ദൈവസന്നിധിയിൽ വിറയ്ക്കും. അതായത്
എന്തോ ഒരു സംഭവം, എന്തോ ഒരു പ്രത്യേക കാരണം നിമിത്തമായി അവർക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തുകയും ദൈവം തന്നെ മഹത്വത്തെ വെളിപ്പെടുത്തുകയും ചെയ്യും. അതെന്താണെന്ന് എഴുതിയിട്ടില്ല. പക്ഷേ 38 ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് റഷ്യ അവർ ഭയപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള എന്തോ ഒരു സാഹചര്യം ദൈവത്താൽ അവിടെ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഒന്നാമത്തെ ഒരു ലോക യുദ്ധം എന്ന് പറയുന്നത്. അതായത് യുദ്ധം ചെയ്യുന്നതായി നമ്മൾ കാണുന്നില്ല. രണ്ടാമത്തെ യുദ്ധം എന്ന് പറയുന്നത് ഇതിലും ഭയങ്കരമായ ഒരു യുദ്ധമാണ്. ആ യുദ്ധമാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ മുന്തിരി ചക്ക് മെതിക്കുന്നതും ആ രക്തം 250 മൈലോളം ആ രക്തം, മനുഷ്യരക്തം ഒഴുകുകയും ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇത് സത്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 14-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും 16-ാം അധ്യായത്തിലും 19-ാമത്തെ അധ്യായത്തിലുമാണ്. ഓക്കെ, ഈ യുദ്ധത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മെഗീദോ പർവ്വതനിരകളായിരിക്കും. മെഗീദോ പർവ്വതനിരകൾ നമുക്കറിയാം. ഈ ഒരു യുദ്ധമെന്ന് പറയുന്നത് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് സകല ജാതികളെയും ദൈവം കൊണ്ടുവരുന്ന ആ ഒരു ദിവസം. ഈ ഒരു യുദ്ധത്തിൽ ചേരികൾ രണ്ടില്ല. ഒന്നാമത്തെ യുദ്ധത്തിൽ 2 ചേരിയുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധങ്ങളെ നമ്മളൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കണം. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. കാരണം യെഹെസ്കേൽ 38-39 2 ചേരികളാണ്. പക്ഷെ ഹർമഗദോൻ യുദ്ധത്തിൽ 2 ചേരികളില്ല. ലോകം ഒറ്റക്കെട്ടായി നിൽക്കുന്നു, ഇസ്രായേലിനെതിരെ തിരിയുന്നു. ആരൊക്കെയാണ് അവിടുത്തെ ചേരികൾ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ, ഒന്നാമത്തേത് നമുക്ക് ഇതിൻ്റെ 4 ഭാഗത്തു നിന്നുള്ള സൈന്യമാണ് ഇസ്രായേലിന് നേരെ തിരിയുന്നത്. 4 ഭാഗത്തു നിന്നുള്ള സൈന്യങ്ങളാണ്. എനിക്കതിൻ്റെയൊക്കെ റെഫറൻസുകൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷെങ്കിൽ സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം ഇവിടെ വളരെ വേഗത്തിൽ നിർത്തുകയാണ്. അതിൽ ഒന്ന് വടക്കേ രാജ്യത്തിലെ രാജാവ്, തെക്കേ രാജ്യത്തിലെ രാജാവ്, കിഴക്കേ രാജ്യത്തിലെ രാജാവ്, മൃഗത്തിൻ്റെ 10 കൊമ്പുകൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടിത സാമ്രാജ്യം. ഇത് നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവുമായിട്ട് ചേർത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വടക്കേ രാജ്യം റഷ്യയാണ്. അടുത്തത് കിഴക്കിൻ്റെ ശക്തികൾ ഏതാണ്? ചൈനയും അതുപോലെ തന്നെ ഉള്ള രാജ്യങ്ങൾ. ഇന്ത്യയൊക്കെ അതിൽ ഉൾപ്പെടുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്കറിയില്ല എത്രത്തോളം. എന്തായാലും ചൈന പോലെയുള്ള രാജ്യങ്ങളാണ്. പിന്നീടുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഈ പശ്ചിമ രാജ്യമെന്ന് പറയുന്നത് ഈ റോമൻ സാമ്രാജ്യവും അങ്ങനെയുള്ള രാജ്യങ്ങൾ. അപ്പം ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇസ്രായേലിന് നേരെ വരും. ഇസ്രായേലിന് നേരെ വന്ന് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്ത ബൈബിൾ ക്ലാസ്സിൽ ഹർമഗദോൻ യുദ്ധത്തിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഇസ്രായേലിൻ്റെ നേരെ 4 സൈഡിൽ നിന്നും വൻ ശക്തികൾ ഇസ്രായേലിന് നേരെ വന്ന് അതിനെ ഞെരുക്കുമ്പോൾ അവരുയരത്തിലേക്ക് നോക്കി ദൈവത്തോട് കരയും, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ പ്രവാചകനായ ഹാനോക്ക് പറഞ്ഞതുപോലെ കർത്താവ് 1000 വിശുദ്ധന്മാരുമായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധന്മാരുമായി വന്ന് ഒലിവ് മലയിൽ അവിടുത്തെ കാൽപാദം ചവിട്ടും. ഒലിവ് മല 2 പിളരും. ഇസ്രായേൽ കുത്യവങ്കിലേക്ക് നോക്കും. അന്ന് അവർ തിരിച്ചറിയും, യേശു ക്രിസ്തുവായിരുന്നു ഞങ്ങളുടെ മശിഹ. അതായത് അവിടുത്തെ വിലാപ്പുറം കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും, ഇത് കർത്താവായ യേശു ക്രിസ്തുവാണ്, അവിടുന്നാണ് മശിഹ എന്ന് കണ്ട് അവർ കുത്തിയവങ്കിലേക്ക് നോക്കി വിലപിക്കുകയും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായ്ത്തലയുള്ള വാളാൽ, അല്ലെങ്കിൽ തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളിനാൽ ദൈവത്തിന് സ്തോത്രം. ഈ യുദ്ധത്തെ വിളിക്കുന്നത് മഹാദൈവത്തിൻ്റെ അത്താഴം എന്നാണ്. ഒരു വലിയ സംഹാരമുണ്ടാകും. ഇസ്രായേലിനെതിരെ വന്നവരെല്ലാം അവിടെ ദൈവത്തിന് സ്തോത്രം നിഗ്രഹിക്കപ്പെടുകയും, പ്രിയരെ ദൈവത്തിന് സ്തോത്രം, ഒരു വലിയ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുകയും ചെയ്യും. വലിയ രക്തച്ചൊരിച്ചിൽ. ഈ രക്തച്ചൊരിച്ചിലിനെ കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? രക്തം കുടിച്ച് ഭൂമി കുതിർന്നിരിക്കും. ദൈവക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് യേശു ക്രിസ്തു തനിയെ
ചവിട്ടും. ദൈവത്തിന് സ്തോത്രം. ഇതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നത്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, അന്ന് രക്തം 250 മൈലോളം രക്തമൊഴുകുമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു സംഹാരം അന്ന് സംഭവിക്കും. ഇതാണ് രണ്ടാമത്തെ യുദ്ധം, ഹർമഗദോൻ യുദ്ധം. ഗോഗ് റഷ്യയുടെ നേതൃത്വത്തിലുള്ള ആക്രമണം ഒന്ന്. രണ്ടാമത്തേത് മഹോപദ്രവത്തിൻ്റെ ഏറ്റവും ഒടുവിൽ, മഹോപദ്രവത്തിൻ്റെ ഒടുവിലാണ് ഇത് സംഭവിക്കുന്നത്. യേശുക്രിസ്തു ഇറങ്ങി വന്ന് തൻ്റെ മഹത്വ പ്രത്യക്ഷതയാണത്. അന്ന് ഈ സംഭവിക്കുന്ന യുദ്ധത്തിന് അനന്തരമായി യേശുക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയാണ്. ഈ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന അടുത്തൊരു യുദ്ധമാണ് ഗോഗ് മഗോഗ് യുദ്ധം. അതായത് സാത്താനെ തുറന്നു വിട്ട് കഴിയുമ്പോൾ ഭൂമിയിൽ ഈ ചിതറിപ്പാർക്കുന്നവരെ വശീകരിച്ചുകൊണ്ട് കർത്താവിന് എതിരെ തിരിയും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 8, 9 വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി അവരെ നശിപ്പിച്ചു കളയും, സാത്താനെ നിത്യ ദണ്ഡനത്തിനായി തീപ്പൊയ്കയിൽ തള്ളിയിടും. കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. 3 പ്രധാനപ്പെട്ട യുദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഒരിക്കൽ കൂടി പറയുകയാണ്, റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു ആക്രമണം ഇന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്താൽ അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് സംഭവിക്കും. അടുത്തത് ഹർമഗദോൻ യുദ്ധം, ഏറ്റവും ഒടുവിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമുള്ള ഗോഗ് മഗോഗ് യുദ്ധം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ഒരു വലിയ പ്രത്യാശയുണ്ട്. എന്താണ് ആ പ്രത്യാശ? നാം നമ്മുടെ പ്രിയനോടുകൂടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധങ്ങളുണ്ടാകും. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും ഒക്കെ കേൾക്കാമെന്ന ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇതൊന്നും കണ്ട് ഭയപ്പെടാതെ ഇരിക്കുക, ചഞ്ചലപ്പെടാതെ ഇരിക്കുക, പ്രത്യാശ പുതുക്കാം. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാൻ സമയമായി. പ്രത്യാശയോടെ നമ്മുടെ ആത്മമണവാളനെ എതിരേൽക്കാൻ നമുക്കൊരുങ്ങാം. ആമേൻ.